ഹായ് ഫ്രണ്ട്സ്, വിനോസ് ലൈക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ വെറും 3 ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് എങ്ങനെ ചിക്കു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു തരാനാണ്. അതിനായി ഞാൻ ഇവിടെ 3 ചിക്കുവാണ് എടുത്തിരിക്കുന്നത്. 3 ചിക്കു കൊണ്ട് നമുക്ക് 2 ഗ്ലാസ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പറ്റും. 3 ചിക്കു അത്യാവശ്യം നല്ല പഴുത്തതാണ്, മീഡിയം സൈസിലാണ്. പിന്നെ വേണ്ടത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാരയുടെ അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം, ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച്. പിന്നെ വേണ്ടത് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഹോർലിക്സ് പൗഡറാണ്. അത് 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഹോർലിക്സ് പൗഡറോ അല്ലെങ്കിൽ ബൂസ്റ്റിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഏലക്കയാണ്. ഏലക്കയുടെ തോട് നമുക്ക് ആവശ്യമില്ല, സീഡ്സ് മാത്രം മതി. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ മിൽക്കാണ്. അത് ഫ്രീസ് ചെയ്തെടുത്ത മിൽക്കാണ്. ഫ്രീസ് ചെയ്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് കൂൾ ചെയ്തെടുത്തു. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലായി. ചെറിയ കട്ടകളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ജ്യൂസർ എടുക്കുക. അതിലേക്ക് ഈ ചിക്കു അല്ലെങ്കിൽ സപ്പോട്ട എന്ന് പറയും ചില സ്ഥലങ്ങളിൽ ഇതിന്. നമ്മൾ ജ്യൂസറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. കുരുവൊക്കെ കളയണം, തോട് കളയണം. പിന്നെ പഞ്ചസാര 4 ടേബിൾ സ്പൂണാണ് ഞാൻ. ഈ പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ്. ഞാൻ ആദ്യമേ അത് പറഞ്ഞതാണ്. ചിലർക്ക് കൂടുതൽ ആവശ്യമുള്ളവരുണ്ട്, ചിലർക്ക് കുറച്ച് മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്കയുടെ സീഡ്സാണ് ഇടുന്നത്. തൊണ്ടുകൂട്ട് ഇടരുതെന്ന് പറഞ്ഞ കാര്യം, അത് നമ്മൾ കടിക്കും. അപ്പോൾ അത് അരിച്ചെടുക്കാനും പാടാണ്, കാരണം ഇച്ചിരി തിക്കാണ്. മിൽക്ക് ഷേക്ക് എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അരിച്ചാൽ കിട്ടാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ സീഡ്സ് മാത്രം ഇട്ടാൽ മതി എന്ന് പറഞ്ഞത്. പിന്നെ ഹോർലിക്സ് പൗഡറും കൂടി ഇടുക. ഇതെല്ലാം കൂടെ നമ്മൾ ആദ്യം ഒരു 3-4 ടേബിൾ സ്പൂൺ മിൽക്കും കൂടെ കൂട്ടിയിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വീണ്ടും ആ ബാക്കിയിരിക്കുന്ന മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു 30 സെക്കൻഡ്സ് നമ്മൾ മിക്സിയിലിട്ട് ഇതൊന്നും കൂടെ അടിച്ചെടുക്കുക. അപ്പോഴത്തേക്കും സംഭവം റെഡി ആയിട്ടുണ്ടാവും. ഇത് വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ അര ലിറ്റർ പാലുകൊണ്ട് നമുക്ക് 2 പേർക്ക് സെർവ് ചെയ്യാൻ പാകത്തിനുള്ള ചിക്കു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ see you with another video. Thanks for watching.